കാലടി സംസ്കൃത സർവകലാശാലയിലെ SFI സമരത്തിനെതിരെ ആഞ്ഞടിച്ച് സർവകലാശാല അധികൃതർ ബാഹ്യശക്തികളുടെ പിന്തുണയോടെ നടത്തുന്ന സമരം ലഹരി മാഫിയയ്ക്ക് സഹായകമാകുന്നു. ക്യാമ്പസ് ഹോസ്റ്റലിൽ സർവകലാശാലയുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ എത്തി താമസിക്കുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ സർവകലാശാല അധികൃതർ ചൂണ്ടിക്കാട്ടി. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കാലടി സംസ്കൃത സർവകലാശാലയിൽ SFIക്കാർ ലഹരി മാഫിയയ്ക്ക് അനുകൂലമായി നടത്തുന്ന സമരത്തിനെതിരെയാണ് സർവകലാശാല അധികൃതർ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ബാഹ്യശക്തികളുടെ പിന്തുണയോടെയാണ് ലഹരി മാഫിയയ്ക്ക് അനുകൂലമായി SFI സമരം നടത്തുന്നത് എന്ന് തന്നെയാണ് അവർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നതുമല്ലേ? തീർച്ചയായും കാലടി സർവകലാശാലയെ സംബന്ധിച്ചോളം ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിനും പുതിയ നിയന്ത്രണങ്ങൾക്കുമൊക്കെ മുമ്പ് തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതിലേറ്റവും എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേറ്റവും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് ആ ചോദ്യം ഒന്ന്, വളരെ രീതിയിലുള്ള ലഹരി മാഫിയയുടെ ഒരു കടന്നുകയറ്റം ഈ സർവകലാശാലയ്ക്ക് ഉള്ളിൽ ഉണ്ട്. അരക്ഷിതമായ ഒരു ചുറ്റുപാട്, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് വെളിയിൽ നിന്നുമുള്ള ആളുകൾ ഒന്നാകെ ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുന്നു. കോളേജുമായി ക്യാമ്പസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ആളുകളാണ് ഇവിടേക്ക് എത്തുന്ന അടക്കമുള്ള വ്യാപകമായ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ചേർന്ന് ഒരു ഉപസമിതി വന്ന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം വലിയൊരു പ്രതിഷേധമാണ് SFI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ 11 മണിക്ക് മാത്രം ഹോസ്റ്റലിൽ കയറിയാൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പോലും വീണ്ടും സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട ഗതികേടിലേക്ക് ഈ ഒരു സർവകലാശാല അധികൃതർ എത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ലഹരി മാഫിയയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത്തരത്തിൽ SFIയുടെ ഈ ഒരു സമരം ലഹരി മാഫിയയെ സഹായിക്കുന്നതിന് ഉതകും എന്നുള്ളതാണ് സർവകലാശാല മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ നിലവിലില്ല. ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്നും ഉറച്ച ഒരു തീരുമാനം കൂടി അവർ എടുത്തിരിക്കുകയാണ്. എത്രയ്ക്ക് തന്നെ പ്രതിഷേധം ഉണ്ടായാലും എടുത്ത തീരുമാനത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നാണ് അവർ മുന്നോട്ട് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിദ്യാർത്ഥികളുടെ അച്ചടക്കം, അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ ഒരു കാര്യമാണ് സർവകലാശാല അധികൃതർ പറയുകയും ചെയ്തിരുന്നത്. അനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് SFIയും. രോഹിണി.